വെൽക്കം ടു ലേൺ PSC വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 50 GK ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നെഹ്റു പ്രസിഡന്റായ ആദ്യത്തെ സമ്മേളനമാണ്. അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. നോക്കാം, പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി, KB മേനോൻ. അപ്പോൾ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര് പഠിച്ചു വയ്ക്കുക. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, മൊയ്യാരത്ത് ശങ്കരൻ, P കൃഷ്ണപിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ? ഓപ്ഷൻ സി, ഡൽഹൌസി പ്രഭു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി? ഓപ്ഷൻ എ, ജോർജിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774, നടന്നത് ഫിലാഡൽഫിയയിലാണ്. ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനിയാണ് ജോർജിയ. ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന്മേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ആദ്യമായി വന്നത് വാസ്കോഡ ഗാമ. കേരളത്തിലെത്തിയ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, 1498 മെയ് 20. അന്ന് വാസ്കോഡ ഗാമയ്ക്കൊപ്പം വന്ന പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോ. വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് കേരളത്തിലെത്തിയ വർഷം 1502. മൂന്നാമതായി എത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് കേരളത്തിലെത്തിയ വർഷം 1524. 1499 വാസ്കോഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയാണ് അൽവാരിസ് കബ്രാൾ. അൽവാരിസ് കബ്രാൾ വന്നത് 1500. സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധി ഐറിസ് കൊറിയ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1962 UK സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല ഏത്? ആൻസർ ഓപ്ഷൻ സി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മീസോസ്ഫിയർ. മീസോസ്ഫിയറിന്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളിയാണ് മീസോസ്ഫിയർ. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ ഘർഷണത്താൽ കത്തി ചാരമാകുന്നു. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നെക്ടിലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ക്രമപ്പെടുത്തി എഴുതുക എന്നുള്ളതാണ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, A4, B3, C2, D1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, നിംബസ് മേഘങ്ങൾ. മറ്റ് മേഘങ്ങളുടെ സവിശേഷതകൾ കൂടി നോക്കാം. സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. നെക്സ്റ്റ് സിറസ് മേഘങ്ങൾ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങളും നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. അതിന്റെ പ്രത്യേകത സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്നവയാണ്. നെക്സ്റ്റ്, ഇരുണ്ട മഴമേഘങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി 2022 പ്രഖ്യാപിച്ച സ്ഥലം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അരിട്ടാപ്പെട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി, പ്രസ്താവന 1ഉം 3ഉം. അതായത് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. പിന്നെ എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ്
റിസർവ് ബാങ്ക്. RBIയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ CD ദേശ്മുഖാണ്. RBIയുടെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. നമുക്ക് റിസർവ് ബാങ്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. റിസർവ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം 1934 മാർച്ച് 6. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നത്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നും അറിയപ്പെടുന്നതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റിയ വർഷം 1937. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്മി ബജറ്റ് എന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വരുമാനം കുറവും ചെലവ് കൂടുതലും കാണിക്കുന്ന ബജറ്റാണ് കമ്മി ബജറ്റ്. വരുമാനം കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ എന്താണ്? മിച്ചമുണ്ടാകും. അപ്പോൾ അതിന് നമുക്ക് മിച്ച ബജറ്റ് എന്ന് പറയാം. വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റുകളെയാണ് നമ്മൾ സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായവ നോക്കാം. ആസാമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. പിന്നെയുള്ളത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി അബ്രം ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? 2015 ജനുവരി 1 നിലവിൽ വന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബറി. ആദ്യത്തെ CEO സിന്ധു ശ്രീ ഗുള്ളർ. ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ. അദ്ദേഹം നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് സൊണാറ 64, ലർമാറോജോ 64. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൌഡ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ കാർഷിക വിള ഗോതമ്പാണ്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കിയതും ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടമാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടമാണ് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ഇത് ഒരു NCERT ഫാക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആൽഗോ ട്രേഡിംഗ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആൽഗോ ട്രേഡിംഗ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. നമുക്ക് നോക്കാം. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം 4A ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നു. അത് ശരിയാണ്. 86 ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതും ശരിയാണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. നമുക്ക് 86 ഭേദഗതി നോക്കാം. 86 ഭേദഗതി അനുസരിച്ച് പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മൗലിക അവകാശങ്ങളിൽ 21A എന്നൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ മൗലിക കടമകളിൽ 51AK എന്ന പുതിയ ആർട്ടിക്കിളും കൂട്ടിച്ചേർത്തു. 21A എന്ന് പറയുന്നത് 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്നു. 51AK മൗലിക കടമകളിൽ വന്ന മാറ്റം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ കടമയാക്കി. 86 ഭേദഗതി നിലവിൽ വന്നത് 2002 ഡിസംബർ 12. ആ സമയത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ഈ ഭേദഗതി അംഗീകരിച്ച പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഈ ഭേദഗതിക്ക് ശേഷമാണ് മൗലിക കടമകൾ 11 മാറിയത്. അതിനു മുമ്പ് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
ഒന്നാമത്തത്, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. അത് ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. അത് തെറ്റാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഫ്രാൻസിൽ നിന്നും കടമെടുത്താണ്. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 1 and 3. നമുക്ക് നിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്നിവ അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അതുപോലെ തന്നെ റിപ്പബ്ലിക് ഇതും ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. നിയമവാഴ്ച, ഏക പൗരത്വം, റിട്ട് എന്നിവ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഓൺലി 1 and 2. അത് ശരിയായ ഉത്തരങ്ങൾ നോക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാം. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനത്തിന് അവകാശമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 1 and 3. നോക്കാം. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. അതുപോലെ തന്നെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്താണ്? അംഗമാണ്. എന്നാൽ ഹൈക്കോടതി ജഡ്ജി അംഗമാണ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജി അംഗമല്ല. നെക്സ്റ്റ് വന്നത്, അപ്പൊ അതാണ് അതിൽ തെറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. അതും ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ ഘടന നോക്കാം. ആകെ 6 അംഗങ്ങൾ ഉണ്ടാകും. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. ചെയർപേഴ്സന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. ഇനി മറ്റ് അംഗങ്ങൾ നോക്കാം. സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു അംഗം, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയ ഒരു അംഗം. പിന്നെയുള്ള 3 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളായിരിക്കണം. അതിൽ ഒരാൾ നിർബന്ധമായും വനിത ആയിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1, ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അത് തെറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് ശിക്ഷാ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശമാണ് ഉള്ളത്. ശിക്ഷാ നടപടികൾ എടുക്കുന്നതിനുള്ളൊരു അവകാശം ഇല്ല. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. നെക്സ്റ്റ്, കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ. അതെന്താണ്? ശരിയാണ്. മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ. അതും തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഓൺലി 1 and 3. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 1, ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് ശരിയാണ്. ഭരണഘടനയിൽ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. നെക്സ്റ്റ്, അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്, 1, 2 and 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 3, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആയിരുന്നു. നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. നിലവിൽ
സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. 44-ാം ഭേദഗതി 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റി. അതിൽ ആ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഓൺലി 1 and 2. നമുക്ക് നോക്കാം. പാർലമെന്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെന്റിന്റെ തലവൻ. ആ പ്രസ്താവന ശരിയാണ്. നെക്സ്റ്റ്, പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റാണ് ഗവൺമെന്റിന്റെയും സ്റ്റേറ്റിന്റെയും തലവൻ. തെറ്റായ പ്രസ്താവന മൂന്നാമത്തെയാണ്, അത് വായിക്കുന്നില്ല. താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.